വിവരങ്ങളുമായി നമ്മളോടൊപ്പം ദില്ലി പട്യാല ഹൗസ് കോടതിയുടെ മുന്നിൽ നിന്ന് ചേരുകയാണ്. അതിൽ ഐഷി ഘോഷിന് ആശ്വാസവിധി ഉണ്ടായിരിക്കുന്നു. ദില്ലി പോലീസിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഐഷി മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കോടതിയിൽ ദില്ലി പോലീസ് പറഞ്ഞത് എന്തൊക്കെയാണ്? ഉറപ്പായും ദില്ലി പട്യാല ഹൗസ് കോടതിയാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇന്നലെ നൽകിയ ഉത്തരവ് ഇടക്കാല ഉത്തരവായിരുന്നു. ഇന്ന് കോടതി പരിഗണിക്കും വരെ തൽക്കാലത്തേക്ക് അറസ്റ്റ് തടയണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. ഇപ്പോഴിതാ പൂർണ്ണമായി തന്നെ അറസ്റ്റ് വാറണ്ട് റദ്ദാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഐഷി ഘോഷിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. 2021 നടന്ന കേസാണ്. ബംഗ്ലാ ഭവന് മുന്നിൽ ദില്ലി ബംഗ്ലാ ഭവന് മുന്നിൽ പ്രതിഷേധിച്ചു എന്ന കേസിന്മേലാണ് ഇപ്പോൾ കൃത്യമായ നടപടിയിലേക്ക് ദില്ലി പട്യാല ഹൗസ് കോടതി കടന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത് ഐഷി ഘോഷ് നേരിട്ട് ഇന്ന് ഹാജരായിരുന്നു. ഐഷി ഘോഷ് പറഞ്ഞിരുന്നതും അറസ്റ്റ് വാറണ്ട് റദ്ദാക്കണം എന്നുള്ളതാണ്. ഈ കേസുമായി സഹകരിക്കും എന്നുള്ളതായിരുന്നു ഐഷി ഘോഷിന്റെ നേരത്തെയുള്ള നിലപാട്. അതിനിടെയാണ് അറസ്റ്റ് വാറണ്ട് വരികയും പിന്നീട് പോലീസിന്റെ നാടകീയ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. AKG ഭവനിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരിക്കെ ജന്തർ മന്ദറിലടക്കം നേരിട്ട് കണ്ടിട്ടും പോലീസ് അത് കൃത്യമായി ആശയവിനിമയം നടത്താതെ രഹസ്യമാക്കി വെക്കുകയും CJPയുടെ സമരം കഴിഞ്ഞ ശേഷം വളരെ വേഗം അറസ്റ്റിലേക്ക് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയും ചെയ്തതാണ്. AKG ഭവൻ CPM ആസ്ഥാനത്തേക്ക് കടന്നുകയറി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ജോൺ ബ്രിട്ടാസ് MP ഇടപെട്ടാണ് അവസാനിപ്പിച്ചത്. വിവരങ്ങളുമായി ചേരുകയാണ് അഭിനന്ദ. കോടതിയിൽ നടന്നത് എന്തൊക്കെയാണ്? മാധു, ഞാനിപ്പോൾ ദില്ലി പട്യാല ഹൗസ് കോടതിക്ക് മുന്നിലാണുള്ളത്. ഐഷി ഘോഷിന് ആശ്വാസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ ഐഷി ഘോഷിന്റെ പ്രതികരണവും വരും. ഐഷി ഘോഷിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ സുഭാഷ് ചന്ദ്രന്റെ അടക്കം പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐഷി ഘോഷിന് അക്ഷരാർത്ഥത്തിൽ ആശ്വാസമെന്നും വിളിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ദില്ലി പോലീസിനുണ്ടായിരിക്കുന്ന തിരിച്ചടി മാത്രമല്ല, വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് വാറണ്ട് എന്നത് പുറപ്പെടുവിച്ചുകൊണ്ടാണ് ദില്ലി AKG ഭവനിലെത്തി കഴിഞ്ഞ ദിവസം നാടകീയ നീക്കങ്ങളോടുകൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് എത്തിയത്. ജോൺ ബ്രിട്ടാസ് MP ഇടപെടുന്നു. ഇതിനകത്ത് ഇന്നലെയും അഭിഭാഷകൻ ഹാജരാക്കിയപ്പോൾ ചോദിച്ചത് സാങ്കേതിക തകരാറുകൾ മൂലമാണ് കഴിഞ്ഞ തവണത്തെ സമൻസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരാക്കാൻ കഴിഞ്ഞത്. സാങ്കേതിക തകരാറുകൾ രാഷ്ട്രീയ പ്രേരിതമാക്കി മാറ്റിയത് ദില്ലി പോലീസാണെന്ന് അഭിഭാഷകർ കോടതിയോട് വ്യക്തമാക്കി. ഒരൊറ്റ സമൻസിന് മാത്രമാണ് ഹിയറിംഗിന് ഹാജരാകാൻ കഴിയാതിരുന്നത്. ഇന്ന് നേരിട്ട് ഹാജരാകുമെന്ന് അറിയിക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ട് എന്നുള്ള ചോദ്യം അഭിഭാഷകർ കോടതിയോട് ചോദിച്ചു. അങ്ങനെയാണ് കോടതി ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച 2021 കേസാണ്. ബംഗ്ലാ ഭവനിന് മുന്നിൽ ഉള്ള പ്രതിഷേധം, കൊൽക്കത്തയിലെ പൗരത്വ നിയമ ഭേദഗതി 1000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാങ്കേതിക കാരണത്തിന്റെ പേരിലായിരുന്നു ഐഷി ഘോഷിനെതിരായി വലിയ പടയൊരുക്കം മുഴുവനും നമ്മൾ കാണേണ്ടി വന്നത്. മാധു, തീർച്ചയായിട്ടും ഇപ്പോൾ 1000 രൂപയാണ് സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിന് പിഴ അത് ഐഷി ഘോഷിന് നൽകിയിരിക്കുന്നത്. ഹിയറിംഗിന് ഹാജരാകണമെന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അന്ന് ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ല. ഐഷി ഘോഷ് ഈ സ്ഥലത്ത് ആ സമയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹാജരാകാൻ കഴിയാതിരുന്നതെന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അടക്കമെന്ന പ്രതികരണത്തിൽ നിന്നും വ്യക്തമാക്കി. ഈ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ദില്ലി പോലീസ് കടന്നത്. അത് എന്തിനാണെന്ന് പോലും നേരത്തെ അറിയിച്ചിരുന്നില്ല. കാലങ്ങളായി ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന ആളാണ് ഐഷി ഘോഷ്. ആ സമയത്തൊന്നും ഇല്ലാത്ത നടപടി എന്തുകൊണ്ട് എങ്ങനെയുണ്ടായി എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അറസ്റ്റ് വാറന്റ് താൽക്കാലികമായി സ്റ്റേ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് ഹിയറിംഗിന് വീണ്ടും ഹാജരാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇന്ന് നേരിട്ടാണ് ഐഷി ഘോഷ് ദില്ലി പട്യാല ഹൗസ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും തനിക്ക് പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കയ്യിലുണ്ടായിരുന്ന ദില്ലി പോലീസിന്റെ വാറന്റ് പൂർണ്ണമായും റദ്ദാക്കാനുള്ള തീരുമാനം. ഐഷി ഘോഷിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമെന്നത് സമൻസ് അനുസരിച്ച് ഹാജരാകാത്തതിന് 1000 രൂപ പിഴ നൽകണം. ആ ഒരൊറ്റ സാങ്കേതിക തകരാറ് മാത്രമാണ് ഐഷി ഘോഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് വാറണ്ട് റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഐഷിക്ക് സമൻസിന് ഹാജരാകാത്തതിൽ 1000 രൂപ പിഴയും ഈടാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ 2021 ബംഗ്ലാ ഭവന് മുന്നിൽ നടത്തിയ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ വാറന്റ് ഉണ്ടാവുകയും ചെയ്തത്. അതുമായിട്ടാണ് ദില്ലി പോലീസ് AKG ഭവനിലേക്ക് ഇരച്ചു വരികയും ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുകയും ചെയ്തത്. വലിയ രാഷ്ട്രീയ പ്രതിരോധമാണ് കണ്ടത്. സ്വാഭാവികമായും CPM-ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒന്നാണ് ഐഷിക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ആനുകൂല്യം.
ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇത് രാഷ്ട്രീയമായി തന്നെ വലിയ തോതിൽ പ്രശ്നമായിരുന്നു. രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള തീരുമാനം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏത് വിധേനയും ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാനും തിഹാർ ജയിലിൽ അടയ്ക്കാനുമാണ് നീക്കം എന്ന് CPM വിലയിരുത്തുകയും ചെയ്തിരുന്നതാണ്. അതിനെ കൊണ്ട് കൂടിയാണ് രാഷ്ട്രീയമായി വലിയ കവചമൊരുക്കാനുള്ള തീരുമാനം ഈ രൂപത്തിൽ ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ പാട്യാല ഹൗസ് കോടതിയിലേക്ക് എത്തുകയും പാട്യാല ഹൗസ് കോടതി ഇന്നുവരെ ഈ കേസ് നാളെ പരിഗണിക്കുമെന്നും അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശം, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നൽകുകയും ചെയ്തത്.